أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു ഏറെ അനുഗ്രഹിക്കുന്ന ഒരു പ്രഭാതത്തിൽ വീണ്ടും ഒരുമിച്ചുകൂടാനും അല്ലാഹു കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവസരങ്ങൾ നൽകിയവരാണ് നമ്മൾ. അവനെ ശുക്ർ ചെയ്യുന്ന നല്ലവരായ അടിമകളായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രദേശത്ത് വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അധ്യായനം തുടങ്ങുന്ന സമയത്ത്, പുതിയൊരു സെന്റർ ആരംഭിക്കുന്ന സമയത്ത് ഓരോ പ്രദേശങ്ങളിലും വീടുകളിലും ഓഫീസുകളിലൊക്കെ പോയി ഒരു നോട്ടീസുമായി അവിടുത്തെ ആളുകൾ കയറി. അങ്ങനെ അവസാനം അവരെത്തിപ്പെട്ടത് ഒരു ഓട് കമ്പനിയിലാണ്. ഓടുണ്ടാക്കുന്ന ചൂളയൊക്കെയുള്ള ഒരു ഫാക്ടറിയിലാണ് അവരെത്തിപ്പെട്ടത്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഈ നോട്ടീസ് കൊടുത്തിട്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു വിശുദ്ധ ഖുർആനിന്റെ പഠന സദസ്സുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ എതിർത്താണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു യുക്തിവാദവും നിരീശ്വരവാദവും തലക്ക് പിടിച്ച മുസ്ലിം പേരുള്ളൊരു മനുഷ്യനാണ്. ഒരു ഭൗതികവാദ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്. അദ്ദേഹം ആദ്യം എതിർത്തു. പിന്നീട് അദ്ദേഹത്തെ രണ്ടാമത് ഒരിക്കൽ കൂടെ ക്ഷണിക്കുക എന്ന ബാധ്യതയുടെ ഭാഗമായി വീണ്ടും അദ്ദേഹത്തെ ഒന്നുകൂടെ ക്ഷണിക്കാൻ കയറി ചെന്നു. അദ്ദേഹം താല്പര്യമില്ലാത്തൊരു മനസ്സുമായി വിജ്ഞാന സദസ്സിൽ ദീന് പഠിക്കാനുള്ള ഖുർആൻ പഠന സദസ്സിൽ അദ്ദേഹം വന്ന് വരികയാണ്. ഒന്നാമത്തെ ദിവസം നടന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ആ പഠന സദസ്സും അദ്ദേഹത്തിൽ എന്തോ ഒന്ന്, ഞാൻ തിരിച്ചു നടക്കണമെന്ന ബോധം അയാളുടെ തലയിൽ കയറി. അടുത്ത ദിവസവും ഇന്ന സമയത്താണ്, ഇന്ന സ്ഥലത്ത് വെച്ചാണ്, എല്ലാവരും ഇന്ന സമയത്ത് വരണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിന് ക്ഷണിക്കേണ്ടി വന്നില്ല. അദ്ദേഹം അടുത്ത ക്ലാസ്സിൽ വരാൻ തുടങ്ങി. പിന്നീട് പതിയെ പതിയെ അദ്ദേഹം പേനയും ഡയറിയും എഴുത്തുമൊക്കെ ആരംഭിച്ച് പഠനം ആരംഭിച്ചു. ക്ലാസ് കഴിഞ്ഞു പോകുന്ന ഒരു മാസക്കാലം കഴിഞ്ഞ് അധ്യാപകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാമും ദീനും നിസ്കാരമില്ലാതെ കുറെ കാലം ജീവിച്ചൊരു മനുഷ്യനാണ്. ഇതൊന്നും ശരിയല്ല എന്നുള്ളത്, ഇസ്ലാമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഞാൻ. പേരൊക്കെ മുസ്ലിം തന്നെയാണ്. പക്ഷേ ഇത് പഠിച്ചപ്പോഴാണ്, ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഹക്കുണ്ട് എന്നുള്ളത്. ഞാനിനി മുടങ്ങൂല. അദ്ദേഹം തന്റെ പഠനം ആരംഭിച്ചു. നീണ്ട മുടങ്ങാതെ നടക്കുന്ന ആ മജ്ലിസിൽ അദ്ദേഹം സാക്ഷിയായി ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന് പഠനം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് പടച്ച റബ്ബ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് ഇന്ന് അൽഹംദുലില്ലാ ഒരു പള്ളിയിലെ ഇമാമായും പള്ളിയിലെ ഖതീബായും അദ്ദേഹം സേവനം ചെയ്യുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്തിൽ മനസ്സുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഒരു മനുഷ്യനെയും എഴുതിത്തള്ളാൻ നമുക്ക് അധികാരമില്ല. ആര് എപ്പോൾ എവിടെ വെച്ച് ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് കയറി വരും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പണി എന്താ? വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ നാട്ടില്, നമ്മുടെ സുഹൃത്തുക്കളോട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെ പണിയാണ്. എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമുക്ക് പറയാൻ, നമ്മൾ ക്ഷണിച്ച, നമ്മൾ നോട്ടീസ് കൊടുത്ത, നമ്മൾ ക്ലാസ്സിനെ ഓർമ്മപ്പെടുത്തി അതിന്റെ എല്ലാ ക്രെഡിറ്റും കിട്ടാൻ നമ്മൾ പണിയെടുത്താൽ മതി. നമ്മൾ പണിയെടുത്തതിന്റെ കൂലി വാരി കൂട്ടാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. അത് വായ തുറന്ന് സംസാരിച്ചവർക്ക് തന്നെ കിട്ടുള്ളൂ. അത് നമ്മൾ പറഞ്ഞെങ്കിലേ ആളുകൾക്ക് ബോധ്യപ്പെടുള്ളൂ. ഇന്നലെ ഖുതുബക്കിടയിൽ ലഹരിയുമായി ബന്ധപ്പെട്ടും സിഗരറ്റുമായി ബന്ധപ്പെട്ടും കുറച്ച് ഗൗരവത്തിൽ പറയേണ്ടി വന്നു.
ശേഷം പല ആളുകളും പറഞ്ഞത് അത് വല്ലാതെ എന്റെ മനസ്സിനെ കൊണ്ടു, എന്നെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയാണ് ചില സാധനങ്ങൾ ഹൃദയത്തേക്ക് തറക്കണമെങ്കിൽ ഇങ്ങനെ എവിടെങ്കിലും വന്നിരുന്ന് കേൾക്കുമ്പോഴാണ് കേറുള്ളൂ. നാട്ടുകാര് മൊത്തം പറഞ്ഞു കൊടുത്താലും കേറാത്ത ആൾക്ക് ചിലപ്പോ ഒരു ഹുതുബന്റെ 2 മിനിറ്റ് കേറിയാല് അയാളുടെ ജീവിതം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഈമാനുള്ള നല്ല ഒരു ജീവിതത്തിന് സാക്ഷികളാവാനും അല്ലാഹുവിന്റെ കലാമിന്റെ പ്രചാരകരാവാനും അതിനോട് ഇഷ്ടമുള്ളവരായി മാറാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവരും വന്നവരും ഒക്കെ ഈ സദസ്സിലുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായി സൂറത്ത് അൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായമാണ് എന്ന് പറഞ്ഞു. ഹിജ്റക്ക് മുമ്പ് അവതരിച്ചത് കൊണ്ട് അതിനെ മക്കിയായ സൂറത്ത് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഈ സൂറത്ത് എത്രാമത്തെ ജുസ്ഇലാണ് നമ്മൾ പറഞ്ഞത്? 23-ാമത്തെ ജുസ്ഇലാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാൽ എന്തൊക്കെ അവസ്ഥ? 18-ാമത്തെ ജുസ്ഇലേക്ക് എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ? അല്ലാഹുക്കറിയാം അല്ലേ? അല്ലാഹു അഅലം. ആകെ അക്ഷരങ്ങൾ 1840 വാക്കുകളുണ്ട്. കലിമത്ത് അക്ഷരങ്ങളോ 4802 അക്ഷരങ്ങൾ ഈ സൂറത്ത് ഓതി കഴിയുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞു. പിന്നെന്താ പ്രത്യേകത പറഞ്ഞത്? ഈ സൂറത്തിന്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ്. അതിനർത്ഥം സത്യവിശ്വാസികൾ എന്നാണ്. ആദ്യത്തെ കുറച്ചായത്തുകളിൽ 6 അടയാളങ്ങൾ, സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട 6 പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സൂറത്തിനെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറെ തഫ്സീർ എന്ന് വായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? ഇമാമിന്റെ പേര് ഇമാം നഹ്വിയോ? ഇമാം ബഗവി. ഇമാം ബഗവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിനെ നമ്മൾ വായിച്ചത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും, ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം വായിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ആ തുടങ്ങുന്ന ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പല സ്വഹാബിമാർ അവര് قال മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ സീരീൻ എന്ന താബിഈ പണ്ഡിതൻ പറയാണ്, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഫഊന അബ്സാറഹും ഇല സമാ ഫിസ്സലാത്ത്. നമസ്കാരത്തിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാല് അവർ ചിലപ്പോൾ ഇങ്ങനെ മേലേക്ക് ആകാശത്തേക്കോ അല്ലെങ്കിൽ വശങ്ങളിലേക്കോ അറിയാതെ നോക്കിപ്പോയിരുന്നു. ഫലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ സൂറത്ത് ഇറങ്ങിയപ്പോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോ, ഖഫിളൂ അബ്സാറഹും ഇലാ മൗദിഇ സുജൂദിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തി സുജൂദിലേക്കായി മാറ്റിയെടുത്തു. ഒരു ആയത്ത് ഇറങ്ങിയാൽ, ഒരു സൂറത്ത് ഇറങ്ങിയാൽ ഓൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ഈ സൂറത്തിന്റെ പ്രത്യേകതയായി മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പല വിശദീകരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ സാധിക്കും, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഖദ് ഫാസു വസുഈദു വഹസ്വലു അലൽ ഫലാഹ്, അവർ വിജയിച്ചു, സന്തോഷം രേഖപ്പെടുത്തി, അവർ സൗഭാഗ്യവാന്മാരായവരാണ് മുഅ്മിനീങ്ങൾ. അൽ മുത്തസിഫൂന ബിഹാദിഹിൽ ഔസാഫ്, ഏത് മുഅ്മിനീങ്ങൾ ഇനി പറയാൻ പോണ സ്വഭാവമുള്ളവര് മാത്രം അവർ വിജയിച്ചു. ഇനി പറയാൻ പോണ സ്വഭാവം ഉള്ളവര് വിജയിച്ചിട്ടുണ്ട്. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ഖാശിഊൻ പോലെയുള്ള പ്രയോഗങ്ങൾ, ഖായിഫൂന സാകിനൂന, ഹൃദയം ഭയപ്പെട്ട് സമാധാനത്തോടെ നമസ്കാരത്തെ കീഴ്പ്പെടുത്തുന്ന ആളുകൾക്കുള്ളതാണ്. ഇങ്ങനെ ഓരോ ആയത്തുകളുടെയും വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഓരോ വിശേഷണങ്ങളെ പറയുള്ളൂ. ഇന്ന് ഒരു വിശേഷണം മാത്രമേ പറയാനുള്ളൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ കഴിഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ വിശേഷണമാണ് ഇന്ന് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം ആ സൂറത്തിലെ ആയത്തുകൾ കാണാതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആരും ചുമതലപ്പെടുത്ത മെന്റർമാർക്ക് 3 ആളോട് ചോദിച്ചപ്പോ ആരും ഓതി തന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അത്രക്ക് അനുസരണമുള്ള, അത്രക്ക് നല്ല ഭയഭക്തി ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാരിന് എവിടെയുള്ളത്? എനിക്കാരും ഓതി തന്നിട്ടില്ല.
അപ്പൊ പിന്നെ അത് പഠിക്കണില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നില്ല. ഇനി എത്ര അതൊക്കെ പ്രയാസമാണെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലെങ്കിലും നിങ്ങൾ ഓതിയിടുക. അതൊന്നും നടന്നില്ല, മെന്ററെ കാണാൻ പറ്റില്ല, ഏൽപ്പിച്ച ഉസ്താദിനെ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റിയില്ല. ചില ഉസ്താദന്മാർക്ക് അറിയണില്ല എന്നെ ആരെയാണ് ഏൽപ്പിച്ചിരിക്കണെന്ന് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക, അത് ഒരു സഹായമായിട്ടാണ്. ആളുകൾക്കൊരു ഗൈഡിനെ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് എപ്പോഴും കിട്ടും. പട്ടാമ്പിക്കാരനെ എപ്പോഴും കിട്ടൂല, ചക്കരക്കല്ലേറിനെ എപ്പോഴും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആൾക്കാരെ ഏൽപ്പിച്ചെടുത്തു. അപ്പൊ അതുകൊണ്ട് ഓതി പഠിച്ച് ഹിഫ്ളാക്കാൻ പറ്റുന്നിടത്തോളം ആയത്തുകൾ അങ്ങനെ ഒരു ഉസ്താദിന്റെ കീഴിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ള നിലക്കാണ് അങ്ങനെ തന്നത്. ഇൻഷാല്ലാഹ് വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. അതിന് പ്രയാസമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ആയത്ത് കാണാതെ പഠിച്ചിട്ട് ഓതിയായിരിക്കും. എത്ര ആൾ പഠിച്ചിട്ടുണ്ടെന്ന് കാണാതെ ഓതിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു ആദ്യത്തില് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ കഴിഞ്ഞിട്ട് അല്ലദീന, പിന്നെ വരുന്നിടത്ത് വല്ലദീന. ഒന്നുകൂടി ഒതുക്കി, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. ഈ സൂറത്തിന്റെ വിശദീകരണം വായിക്കുന്നിടത്തൊക്കെ പറയുന്നത് മുഅ്മിനീങ്ങൾ ഒരുപാട് സവിശേഷതകൾക്ക് ഉടമയായിരിക്കുന്നു. സാധാരണ ഒരു മനുഷ്യനാകൂല. പറയില്ലേ, ഔലിയാക്കന്മാര് ഒരുപാട് സവിശേഷത ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ നാട്ടിലത്തെ മറ്റെല്ലാ മനുഷ്യന്മാരേക്കൊന്നും തികച്ചും വ്യത്യസ്തനായിരിക്കും. അവ മറ്റൊരാളെ പോലെ മറ്റൊരു മതസ്ഥന്റെ സ്വഭാവത്തിലോ വിശ്വാസത്തിലോ ഒന്നും ആവില്ല. ഇവൻക്കൊരു പ്രത്യേകം ക്വാളിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഇതിങ്ങനെ വിശദീകരിച്ച് പറയാം, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരെ മാതിരിയാണ്. നമ്മളെ ഈ മഹല്ലിലും നമ്മളെ ഈ പരിസരത്തും ഒരു മനുഷ്യൻക്കൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവണം. അത് ഓനല്ലേ, അത് മറ്റോനല്ലേ നമുക്ക് തോന്നിയാല് നമ്മളെ ഈമാനെ പരിശോധിക്കണം. അയാളെ കുടുംബത്തിൽ പ്രയാസം പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂടി ആവണം. അയാളുടെ രോഗം നമ്മളെയും കൂടി നമ്മളെ ഉള്ളിൽ കൂടി ഇത് കയറണം. അതുകൊണ്ടില്ലെങ്കിൽ രോഗിനെ സന്ദർശിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ജനാസന്റെ പിന്നാലെ പോകേണ്ട, ഇത്തിബാഗ് ചെയ്യാൻ വേണ്ടി പറയേണ്ട ആവശ്യം. അത് നമ്മളെ ഒരാളാണ് എന്ന് തോന്നിക്കാൻ തന്നെയാണത്. നിങ്ങൾ ഖബർ സന്ദർശിക്കണം, നിങ്ങളുടെ കുടുംബക്കാരന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ ഖബർസ്ഥാനുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കുമാണ്. എന്താ പ്രാർത്ഥിക്കാൻ കയറി ചെന്നാല്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. പോകാത്തോലെ കിടക്കൊന്ന് പോണവിടെ. വല്ലാതെ ഇങ്ങനെ ഞകളിപ്പും, വല്ലാതെ ഇങ്ങനെ ഒരു പൈസനോട് ഇങ്ങനെ വല്ലാത്ത ആർത്തി, വല്ലാതെ ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ തലേ കയറുമ്പോ 1-5 മിനിറ്റ് അവിടെ പോയി നോക്കി. നമ്മളെപ്പോലെ സ്വപ്നങ്ങളുമായി ജീവിച്ചവരാണ് കിടക്കുന്നത്. നമ്മളെക്കാൾ പൈസ ഉണ്ടാക്കണം വിചാരിച്ചവരാണ്, നമ്മളെക്കാൾ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്ന് മോഹിച്ചവരാണ്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവര് കിടക്കുന്ന ഖബർസ്ഥാനാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക നിങ്ങള്. അപ്പൊ അത് നമ്മൾ ചിന്തിപ്പിക്കാൻ തന്നെയാണ്. ഫസൂറുൽ ഖുബൂറ, ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, മരണം ഓർമ്മപ്പെടുത്താനുള്ളതാണ്. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർമ്മിപ്പിക്കാൻ. ശരിക്കും ഇസ്ലാം വെക്കുന്ന എന്തൊരു കാര്യത്തിന്റെയും അസ്ലുകൾ പഠിച്ചു നോക്കിയും വലിയൊരു വലിയ നന്മ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഖബറുമായി ബന്ധപ്പെട്ട ദുരാചാരങ്ങൾ കയറി അതിന്റെ അസ്ല് പൊളിയും. അവിടെ ആഘോഷമായാല് ഈ പറഞ്ഞ കാര്യം നടക്കൂല. അവിടെ കരിമരുന്നും ഗാനമേളയും ഗജവീരന്മാരും ഭയങ്കര പരിപാടിയായി മാറില്ല. ഈ പറഞ്ഞ ലക്ഷ്യം വിട്ടു. അവിടെയാണ് ഇസ്ലാം വെച്ചിരിക്കുന്ന അസ്ലിന്റെ ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു സവിശേഷത ഉണ്ടാകും. അതിലാദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ നോക്കി നിങ്ങൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ.
അല്ലദീന അവർ ആ വിഭാഗം ആളുകൾ ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ അവർ ഭയഭക്തരാണ്. ഇനി ഒന്നുകൂടി പഠിച്ചോളി, ഗ്രാമർ കൂടി പഠിച്ചോളി. ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിസ്കാരത്തിനകത്ത്. ഓക്കെ, നിസ്കാരത്തിന് കൈ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നതിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്കാണ് എന്ത് പറയാ? ഫീ സ്വലാത്തിഹിം എന്ന് പറയാ. ഓക്കെ അല്ലേ? എന്നാൽ ഫവൈലുൽ മുസല്ലീൻ എന്നൊരു ആയത്തുണ്ട് എവിടെങ്കിലും? ഒന്ന് നോക്കിക്കേ. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്താ അൻ എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം? അവർ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധയിലാണ്. നമസ്കാരത്തിന് സലാം വീട്ടിന് സലാം പിന്നെ തക്ബീർ കെട്ടുന്നതിന്റെ മുമ്പ് വരെയുള്ള കാര്യത്തിനാണ് അൻ സ്വലാത്ത്. നമസ്കാരത്തിന് സമയത്ത് കൂടിയെത്തുക, അതിന്റെ ഉദുവിന്റെ കാര്യം ശ്രദ്ധിക്കുക, അതിന്റെ ബാങ്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതിലുള്ള ശ്രദ്ധ കുറവിനെയാണെന്ന് പറയാ അൻ സ്വലാത്തിഹിം എന്ന് പറയാ. പക്ഷെ ഇവിടെ പറഞ്ഞത് ഏതാ? ഇയാള് സമയത്ത് പള്ളിയിൽ എത്തിയിട്ട് ഒന്നാമത്തെ സഫ് കയറി നിന്നിട്ട് ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിനുള്ളിൽ അയാൾ ഭയഭക്തി കാണിക്കുന്ന ആളാണ്, ഖുശൂഅ് കാണിക്കുന്ന ആളാണ്. ഒരു അമ്പിച്ച വിശദീകരണങ്ങൾ തഫ്സീർ ഇബ്നു കസീർക്ക് 4 പേജൊക്കെയാണ് ഈ 2 ആയത്ത് മാത്രം. നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറയാറുണ്ട്. ഉലമാക്കന്മാര് ഈ വിഷയത്തെ തൊട്ടപ്പോൾ തന്നെ ആദ്യം ഓർമ്മപ്പെടുത്തിയത് ഒരു മുഅ്മിനിന്റെ ഏറ്റവും സവിശേഷമായ അവനെ വേർതിരിക്കുന്ന ഘടകം അവന്റെ നിസ്കാരമാണ്. അത് സാധാ നിസ്കാരാകൂല, ഖുശൂഅ് ഉള്ള നിസ്കാരായിരിക്കും. നമ്മളെ നിസ്കാരത്തിന്റെ കോലൊക്കെ വെച്ച് നമ്മളെ പറ്റി, ഞാൻ എന്നെ പറ്റിയിട്ട് വലിയ ആരും ഇവിടെ 100% തികഞ്ഞ നിസ്കാരക്കാരില്ല. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. വേറൊരാളെ നിസ്കാരം കണ്ട് നമ്മൾ പഠിക്കാൻ നമ്മുടെ യോഗ്യരായ ആരുമില്ല. നമുക്കൊക്കെ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് പടച്ചോനോട് നമ്മുടെ മനസ്സ് തുറന്ന് ആലോചിക്കണം. പടച്ചോനെ, എനിക്ക് നിസ്കാരത്തിൽ ഖുശൂഅ് കിട്ടിയോ, ഭാഗ്യവാൻ. നിങ്ങൾ ആലോചിക്കും, ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ഒരു വിഷയത്തിൽ ഒരാള് ഇസ്ലാമായി ജീവിച്ച് മുസ്ലിമായ കുടുംബത്തിൽ വളർന്നു പോയ ഒരാളാണ്. പിന്നെ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സക്കാത്ത് ഒരാൾക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളത് സക്കാത്ത്. നോമ്പ് രോഗിക്ക് ഇളവുണ്ട്, യാത്രക്കാരന് ഇളവുണ്ട്, ഒലികൂട്ടുന്ന ഉമ്മാക്ക് ഇളവുണ്ട്. ഹജ്ജ് പൈസ ഉണ്ടെങ്കിൽ പോകുക, യാത്രക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോകുക. നിസ്കാരത്തിൽ എന്താ ഉള്ളത്? നിസ്കാരത്തിൽ ആർക്ക് ഇളവുള്ള? രോഗിക്കോ, യാത്രക്കാരൻ? നിസ്കാരം ഒഴിവാക്കിക്കോളി എന്ന് പറഞ്ഞ ഒരു ഇളവ് ഒരു വ്യക്തി കൊടുത്തിട്ടില്ല. നിൽക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്നിട്ട്, ഇരിക്കാൻ പറ്റൂലേ കിടന്നിട്ട്. യാത്രയിലാണോ, ദൂരം കൂടുതലുണ്ടോ, ജമ്മു കശ്മീർ ഓർമ്മ ഉണ്ടോ, അത്രക്ക് ശക്തമായ താക്കീത് നൽകിയ വിഷയമാണ് നമസ്കരിക്കുക എന്നുള്ളത്. സാധാരണ എല്ലാ കാര്യങ്ങളും മദീനയിലും മക്കത്തും മണ്ണിൽ വെച്ചാണ് തീരുമാനാക്കിയത്. നിസ്കാരത്തിനെ പഠിപ്പിച്ചു കൊടുക്കാനും അതിന്റെ കണിശത പറയാനും അതിന്റെ പ്രതിഫലം പറയാൻ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ 7ാം ആകാശത്തിന്റെ മുകളിൽ സിദ്റത്തുൽ മുൻതഹന്റെ അടുത്ത് വെച്ചിട്ട് നിന്റെ ഉമ്മത്തിനുള്ള സമ്മാനമാണ് നമസ്കാരം, 50 വക്ത നിസ്കാരം എന്നുണ്ട്. അവിടുന്ന് ആദ്യം പഠിപ്പിച്ചത്. അവസാനം 5 ആക്കി ചുരുക്കി പോകുന്ന സംഭവമൊക്കെ പറഞ്ഞ് പഠിച്ചത്. ഏത് വിഷയം നിങ്ങൾ എടുത്തോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അതിന്റെ സവിശേഷതയായിരിക്കും നമസ്കാരം. അനാദ്യം പഠിപ്പിച്ചത് മുഅ്മിനാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അടുത്തേക്ക് കയറി വന്നു. മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. അടുത്തേക്ക് കയറി തൊട്ടന്റെ അടുത്തേക്ക്, അങ്ങനെ ഇൽമിന്റെ മജ്ലിസിൽ അങ്ങനെയാണ്, അടുത്തേക്ക് വന്നിരുന്ന് വളരെ അടുത്ത് കയറി ചെന്നിട്ടാണ് ചോദിക്കുന്നത്. നബിനോട് വന്ന് ചോദിക്കാണ് ജിബ്രീൽ, ഈമാൻ എന്താന്ന് അറിയുമോ നിങ്ങൾക്ക്? മനുഷ്യരൂപത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞു, അൻതുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശരിഹി. 6 ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈമാൻ ഉള്ളവനായി മാറുന്നത് തന്നെയാണ്. ഈ ഈമാൻ കാര്യങ്ങൾ ഹൃദയത്തിനകത്ത് കയറി വന്നവനക്കാണ് ഈമാൻ എന്ന് പറയുന്നത്.
അത് പഠിപ്പിച്ച ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് മാത്രമല്ല, ഉലമാക്കന്മാര് പറഞ്ഞു, ഈമാൻ എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ വിചാരം അതിങ്ങനെ കൽബിന്റെ ഉള്ളിൽ, ചില ആൾക്കാർ ഇങ്ങനെ പറയും, അതൊക്കെ എന്റെ ഈമാനൊന്നും ഇയ്യ് നോക്കണ്ട, എന്റെ കൽബിലുണ്ട്. ഉലമാക്കന്മാര് പറയാണ്, ഈമാൻ എന്നാൽ ഹുവ ഖൗലുൻ ബിൽ ലിസാനി, നാവ് കൊണ്ട് അയാൾ അത് പറയണം, ഞാനൊരു മുഅ്മിനാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ നാവിലടക്കടക്ക് അത് ഉണ്ടാവണം. വഅ്തിഖാദുൻ ബിൽ ഖൽബി, ഖൽബിൽ അതിൽ വിശ്വാസം ഉണ്ടാവണം. പോരാ, മൂന്നാമത്തേത് വഅമലുൻ ബിൽ ജവാരിഹി, അയാൾ ഈമാൻ അടിസ്ഥാനമാക്കി അവയവം കൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ അവർക്ക് ഈമാൻ തെളിയിക്കൽ എപ്പോഴാണ്? അയാളുടെ പ്രവർത്തനം കൊണ്ടാണ്. ആളുകൾ പറയും, എന്തിനാ താടി വളർത്തേണ്ട ആവശ്യം? ഈമാൻ കൽബിലല്ലേ. ഈമാൻ കൽബിൽ വന്നാൽ അയാളുടെ പ്രവർത്തനത്തിൽ താടി വരും, സുന്നത്ത് നിസ്കാരങ്ങൾ വരും, സുന്നത്ത് നോമ്പുകൾ വരും, നല്ല പെരുമാറ്റം വരും, നല്ല സ്വഭാവങ്ങൾ വരാൻ തുടങ്ങും. അതെ, ഇത് പറഞ്ഞെന്തറിയോ? സൽക്കർമ്മം ചെയ്യുന്തോറും ഈമാൻ കൂടും. പാപം ചെയ്യുന്തോറും നമുക്ക് ഈമാൻ അങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. ഇതിന് പുതുക്കണം. ആഴ്ചയിൽ എന്തിനാ ജുമാ? ആ കുറയണതിനെ ബൂസ്റ്റ് ചെയ്യാൻ. എന്തിനാ 5 നേരം നിസ്കാരം, ഗ്യാപ്പിട്ട് നിസ്കാരം? നമ്മൾ മനുഷ്യന്മാരാ, നമ്മൾ ഒന്നിന്ന് വേറൊന്നൊക്കെ കയറിയ പലതും വിട്ടുപോകും. പടക്കടക്ക് വന്ന് നമ്മളങ്ങനെ കോർത്ത് പിടിക്കണം. പടച്ചോനിലേക്ക് നമ്മളെ പിന്നെയും വരിഞ്ഞു മുറുക്കണം നിസ്കാരത്തിലൂടെ എന്ന് പറയുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി അവന്റെ നാവ് കൊണ്ട് അവൻ അത് പ്രഖ്യാപിക്കുന്നു, കൽബ് കൊണ്ട് അതിനെ ഉറച്ച് വിശ്വസിക്കുന്നു, കർമ്മം കൊണ്ട് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കുന്നതാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ആ മുഅ്മിനീങ്ങളുടെ ഗുണമാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആയത്ത് കറക്റ്റ് ഓദിക്കേ, അല്ലദീന. ആ വാക്കിലുണ്ടല്ലേ ഖാശിഊൻ, ഐന് ഖാ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നുകൂടി ഓദിക്കേ. അവർ മുഅ്മിനീങ്ങൾ ഒരുപാട് ആളുണ്ടെങ്കിൽ അല്ലദീന എന്ന് പറയും. ഒരാളുള്ളൂ അല്ലദീനെ പറയും. അല്ലദീന അവർ മുഅ്മിനീങ്ങൾ, ഹും അവർ, ഫീ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തിൽ, ഖാശിഊൻ ഭയഭക്തിയുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഈ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നിസ്കാരം പറയാനുള്ള കാരണം എന്താണ്? പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരം. നമ്മള് ഫസ്റ്റ് നമ്മൾ എത്ര കാര്യം ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ചെയ്യുന്ന കൂട്ടത്തിൽ ആദ്യം വിചാരണ ചെയ്യാം നമ്മളെ നിസ്കാരത്തെ കുറിച്ച്. അത് ശരിയാവാത്തവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളെ ഈ നാട്ടില് എത്ര ആൾക്കാരുണ്ട്, എത്ര പേര് സുബഹിന്റെ ജമാഅത്തിലെത്തി, ക്ലാസ്സിന് പോട്ടെ, അത് രണ്ടാമത്തെ പോട്ടെ, പള്ളിക്കൂരാന്നുള്ളതിൽ ആർക്കും ഒഴിവില്ല. ഇവിടെയുള്ള മൊത്തം പുരുഷന്മാർക്ക് ബാധകമാണ്. നിങ്ങൾ ഫോൺ വിളിക്കണം, നിങ്ങൾ വീട്ടിൽ പോകണം, നിങ്ങൾ ചെന്ന് കാണണം. ഇത് ഞാൻ തമാശയിൽ, ഞാൻ വെറുതെ ഒരു രസത്തിന് പറയണ വാക്ക്. ഇത് നമ്മളെ ഉത്തരവാദിത്തം. നിങ്ങൾക്ക് എന്താ പള്ളിക്ക് വരാൻ തടസ്സം ചോദിക്കണം. സ്വഹാബത്തിന്റെ ചരിത്രത്തിലുണ്ടല്ലോ, പള്ളിയിൽ കാണാത്ത ആൾക്കാരെ തെരഞ്ഞു പോയിട്ടുണ്ടല്ലോ, അതിലൊരു കുറവുമില്ല. അതിലൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഫോൺ വിളിച്ചിട്ടെങ്കിലും ജസ്റ്റ് ചോദിക്കണം, അന്നെ 4 ദിവസമായിട്ട് പള്ളിയിൽ കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്താണ്, നമ്മളും അയാളും തമ്മിൽ പിന്നെ എന്താ നമുക്ക് ചോദിക്കാനുള്ളത്? ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. എന്താണ് വിഷയമെന്ന് പഠിക്കണം. എന്താണ് ഗൗരവം? എല്ലാ കഴിവും എല്ലാ ത്വാക്കത്തുമുള്ള മനുഷ്യന്മാര് നല്ല കാലാവസ്ഥയിൽ സുഖമായി കടന്നുറങ്ങുമ്പോ നമ്മൾ ചോദിക്കണം, എന്താ സുബീഖ് പള്ളിക്ക് വരാത്തത്? ഞാനിപ്പോൾ ഈ നാട്ടിൽ ഒരു കേസ് വന്നു, ഒരു ചാരിറ്റി വിഷയമായി ഇടപെടേണ്ടി വന്നു. 58 ലക്ഷം 60 ലക്ഷം രൂപ വേണം. ഒരു മനുഷ്യൻ, എല്ലാ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നമ്മുടെ പ്രായമുള്ള 40 വയസ്സിനുള്ളിൽ വരുന്നൊരു മനുഷ്യൻ, അയാൾ നടന്ന് ശ്വസിക്കണമെങ്കിൽ അയാൾ യന്ത്രം വെച്ചിട്ട് ട്യൂബ് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്വാസകോശത്തിനാണ് പ്രശ്നം, വേറെ ദുസ്വഭാവങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. അസുഖം ബാധിച്ചാൽ അയാളെ ശ്വാസകോശം മാറ്റി വെക്കണം. ശ്വാസകോശം കിട്ടുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് സൈസുള്ള, കിഡ്നി പോലെയോ ലിവർ പോലെയോ അല്ല, കറക്റ്റ് സൈസുള്ള ശ്വാസകോശമുള്ള ഒരാളെ കിട്ടിയെങ്കിലേ ഇത് മാറ്റിയൊക്കെ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഈ ടീമിനോട്, എന്തിനാ ഇത്ര എക്സ്പെൻസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നെ അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ സാറുകൾ നോക്കി,
ഈ ഒരാളുടെ ശ്വാസകോശം കിട്ടണം, പെട്ടെന്ന് കിട്ടണം. അത് കിട്ടി അത്രയും സമയങ്ങൾക്കുള്ളിൽ ഇത് ഇയാൾക്ക് വെച്ചു കൊടുക്കണമെങ്കിൽ ഈ ശ്വാസകോശം ഒരു മെഡിക്കൽ ബോക്സിലാണ് വെക്കുന്നത്. ഈ ബോക്സിൽ ഒരു ആസിഡ് ഇടും. ആ ആസിഡിന് 1 ലിറ്ററിന് 8 ലക്ഷം രൂപയാണ്. അങ്ങനെ ചുരുങ്ങിയത് 3 ലിറ്റർ ആസിഡെങ്കിലും വേണം. ഇത് മാറ്റി വെക്കണ ഗ്യാപ്പിൽ ഈ ബോക്സിൽ, എന്നിട്ട് ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ ആംബുലൻസ് പെട്ടെന്ന് സംഭവം എത്തിക്കണം. ഈ ആസിഡിനാണ് 24 ലക്ഷം രൂപ വരുന്നത്. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇത് മാറ്റി വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് 6 മാസത്തോളം അയാൾ ഒബ്സർവ് ചെയ്യണം. ഒരു നോക്കിങ്ങൾ പടച്ചോ ഞമ്മക്ക് തന്ന ഈ മേലക്കും താഴേക്കും പെടുന്ന ഈ ശ്വാസകോശം ഒന്ന് മാറ്റിവെക്കാനേ 60-65 ലക്ഷം. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് പഠിക്കാൻ വേണ്ടി ഒരാളെടുത്ത് പോയി ശ്വാസകോശം മാറ്റിവെച്ച ഒരാളെടുത്ത്. അയാൾ പറയണേ, ഇത് 58-60 നോക്കൂലട്ടോ, ഞങ്ങൾക്ക് 1.10 കോടി രൂപയായിട്ടുണ്ട് മൊത്തം എക്സ്പെൻസ്. 1,10,00,000 രൂപ ആയിട്ടുണ്ട്. നല്ലോണം ഇരുന്ന് ആലോചിച്ചോളൂ. നമുക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ കാണാതെ പോയ, ഇതെല്ലാം തന്നിട്ടും അള്ളാനെ മറക്കുന്ന അവസ്ഥ വരുന്ന, ഇബാദത്തുകളിലേക്ക് വരാൻ കഴിയാത്ത, ദീനീ പ്രവർത്തനങ്ങൾ വിട്ടുപോകുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ ഓർമ്മപ്പെടുത്തി എത്ര മതി. ഇതൊക്കെ പടച്ചോൻ തന്നാട്ടോ. പടച്ച റബ്ബിനൊന്ന് ശുക്റുണ്ടാവട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. അല്ലാമ അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വൽ ഖുശൂഉ ഫി സ്വലാ, നിസ്കാരത്തിൽ ഖുശൂഉ എന്ന് പറഞ്ഞാൽ ഹുവ ഹുദൂറുൽ ഖൽബി ബൈന യദയില്ലാഹി തആല, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് എന്നുള്ള ബോധം ഉണ്ടാവലാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ ഞാൻ ചക്കരക്കല്ല് പള്ളിയിലാന്നുള്ള ബോധത്തിന് ഒന്നുകൂടി മേലെ കയറിട്ട് ഞാൻ പടച്ചോനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കും, നമുക്ക് നമ്മളെ പടച്ചോനോട് സംസാരിക്കാനുള്ള ഗ്യാപ്പാണ് നിസ്കാരം. നമുക്ക് പറയാനുള്ളത് തുറന്ന് പറയാനുള്ള ചാൻസ് ആണ് പടച്ചോൻ തന്നിരിക്കുന്നത്. നമുക്ക് ഇനി ആകാശ ലോകത്ത് ഇസ്രാ മിഅ്റാജൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഈ നിസ്കാരാണ്, പടച്ചോനോടുള്ള മുനാജാത്താണ്. മുസ്തഹ്ദിറൻ ലി ഖുർബിഹി, അല്ലാഹുവോട് അടുത്തിടപഴകാനുള്ള, ഫയസ്കുനു ലിദാലിക ഖൽബു, അവന്റെ ഖൽബ് അങ്ങനെ അവിടെ നിൽക്കണം. വതത്മഇന്നു നഫ്സു, അവന്റെ ശരീരം അടങ്ങണം. ഖൽബ് ഒതുങ്ങുമ്പോ ശരീരം ഒതുങ്ങും. വതസ്കുനു ഹറകാതു, ചലനങ്ങൾ ശാന്തമാകും. അനാവശ്യമായ കുറേ ചലനങ്ങൾ ഒഴിവായി കിട്ടും. വയഖില്ലു ഇൽതിഫാതു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിച്ചലൊക്കെ കുറയും. എപ്പോ അയാളുടെ കൽബിൽ ഇത് കേറിയാൽ. മുതഅദ്ദിബൻ ബൈന യദൈ റബ്ബി, ഞാൻ പടച്ചോന്റെ മുമ്പിൽ നിൽക്കണം. നമ്മളൊരു ഓഫീസൊക്കെ ഇന്റർവ്യൂവിന് വലിയ ടൈയും കോട്ടും സൂട്ടൊക്കെ ഇട്ട് കയറി ചെന്ന് അയാളെ മുമ്പ് കയറി നമ്മൾ നിന്ന് ചൊറിയോ? നമ്മൾ ഇടക്കിടക്കാൻ മാന്തോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കോ? ഇല്ലല്ലോ. എങ്കിൽ അള്ളാന്റെ മുമ്പിലാണ്. മുസ്തഹ്ദിറൻ ജമീഅ മാ യഖൂലു, പറയുന്നത് വാക്കുകൾക്ക് മനസ്സ് കൊടുക്കണം. അൽഹംദുലില്ലാഹ് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. എന്താണ് വാക്ക്? ആ സുജൂദിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? സുജൂദിന്റെ ഇടയിലുള്ള പ്രാർത്ഥന എന്താ? റബ്ബനാ ലക്കൽ ഹംദോ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞു, അത് കഴിഞ്ഞു. സുജൂദിന്റെ ഇടയിൽ അല്ലാഹുമ്മ, എന്താ പറയണ? എനിക്ക് മനസ്സിലാണില്ല. 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കുമ്പോ നമ്മൾ എന്താ പടച്ചോനോട് പറയേണ്ടത്? റബ്ബി ഗഫിർലി ജുബ്നി. കൊറേ കാര്യങ്ങൾ ചോദിക്കണം. എനിക്ക് തരണം റബ്ബേ, എനിക്ക് പുറത്ത് തരണേ, എനിക്ക് റിസ്ക് തരണേ, എന്നെ സന്മാർഗത്തിലാക്കി തരണേ. ഇങ്ങനെ പടച്ചോനോട് കാര്യങ്ങൾ ചോദിക്കണത്. ഇതെന്ത്? ഈ പറയുന്ന വാക്കിന്റെ ഹാലിറാകണം. ഹാലിറാവുന്ന മനസാന്നിധ്യം ഉണ്ടാവണം. ചെയ്യണതും പറയുന്നതും ഒക്കെ നമ്മളെ മനസ്സിലും കൂടി ഉണ്ടാവണം. മിൻ അവ്വലി സ്വലാത്തി, എന്താ അവ്വൽ? ആദ്യം മുതൽ ഇല ആഖിരിഹ,
അവസാനം വരെ ഞാൻ എന്താ പറയണത്, എന്താ ചെയ്യണത്. നിങ്ങളിപ്പോൾ നിന്നിട്ട് സിദ്ദീഖ് എപ്പോഴാ നിർത്തുന്ന തോനോ അതൊന്ന് കുറെ നേരം പോകും. ഇതിങ്ങനെ ചിന്തിച്ചിരുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഖുശൂ കിട്ടാൻ പോണത്? ആകെ തല കയറ്റിച്ചിക്കാണ്. സിദ്ദീഖ് തോന ഓതാണ്, സിദ്ദീഖ് കുറെ ഓതാണ്, സിദ്ദീഖ് കുറച്ച് അധികമാണ്. ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് എന്നത് പരാതി തീരങ്ങളെ. ഇതിന് എപ്പോഴെപ്പോഴും പരാതി തീരാ? ആ ഓത്ത് കിട്ടാൻ കൊതിക്കണ കുറെ മനുഷ്യന്മാരുണ്ട്. ആ ഒരു അവസരം കിട്ടാൻ കൊതിക്കണ കുറെ ആൾക്കാർ, കുറെ നേരം നിന്ന് ഓതിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കണ കുറെ ആൾക്കാരുണ്ടാവും. ശരി, അപ്പൊ എന്തായിരുന്നാലും മുസ്തഹദിറൻ അവ്വൽ സ്വലാഇൽ ആഖിരി ഫതൻതഫി ബിദാലികൽ വസാവിസ് വൽ അഫ്കാറു റദ്ദിയ. മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള വസ്വാസും അനാവശ്യ ചിന്തകളും എല്ലാം ഒഴിവാക്കുക. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് പള്ളിക്ക് വരുമ്പോ നമ്മളാ യന്ത്രം ഉണ്ടല്ലോ, മൊബൈല് കുടിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോരാ. 50% വസ്വാസ്. ആരൊക്കെ വിളിച്ച്, എന്തൊക്കെ മെസ്സേജാ വന്നത്, ഗൂഗിൾ പേയിൽ ആരാ കയറിയിരിക്കണമെന്നൊന്നും ഇങ്ങനെ നോക്കേണ്ടി വരില്ല. നല്ല റാഹത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഓഫീസ് റൂമിന്റെ ഉള്ളിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ബോക്സ്, നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരാതിരിക്കുക. ഇത് ലാസ്റ്റ് മൊമെന്റിൽ നോക്കിയിട്ട് കെട്ടിട്ട് നമസ്കരിക്കണം. പിന്നെ എങ്ങനെ നമുക്ക് ഖുശൂ ഉണ്ടാവുക? മാക്സിമം സമയം അയ്മന്ന് ഒഴിഞ്ഞു മാറിയിട്ട്. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിന്റെ മുമ്പും ശേഷം റവാത്തിബ് നിസ്കാരം പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ടായിക്കോളും ചിന്തിച്ചു. ആ നിസ്കാരത്തിന്റെ കുളിര് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ചേരം നിസ്കരിച്ചൊന്ന് സ്റ്റാൻഡായി ലെവലായി അതിലേക്ക് വന്നു. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു നനവിൽ കുറച്ചേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഒന്നുകൂടി ഒക്കെ നിസ്കരിച്ച് പുതുക്കി. അങ്ങനെ അതുമ്മക്ക് ടച്ച് ആവാനാണ്. ഇത് നമസ്കാരം കഴിയുന്നതോടെ ഫോൺ എടുത്ത് പോയിട്ട് സൈഡ് പോയി നോക്കുകയാണെങ്കിലോ നമുക്ക് അതിന്റെ എല്ലാം പോവാണ്. ഹറാമാണെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ആ ഹുദൂർ നഷ്ടപ്പെടുക, വസാവിസ് കയറി വരിക. പറയണേ, ഇതാണ് നിസ്കാരത്തിന്റെ ആത്മാവ്. ഏത് ഇല്ലാത്തോലെ നിസ്കാരം വെറും ഒരു എക്സസൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ആത്മാവ്. വൽ മഖ്സൂദു മിൻഹാ വഹുവല്ലദീ യുക്തബു ലിൽ അബ്ദി. ആ അടിമയുടെ നിസ്കാരാണ് അല്ലാഹ് നിസ്കാരമായി എഴുതി വെക്കുക. ഫസ്സലാത്തുൽ ലതീ ലാ ഖുശൂഅ ഫീഹാ വലാ ഹുദൂറ ഖൽബിൻ. ഖൽബറിയാത്ത ഖുശൂ ഇല്ലാത്ത വെറും ചടങ്ങാണെങ്കിൽ വഇൻ കാനത് മജ്സിയതൻ മുസാബൻ അലൈഹാ, കൂലി കിട്ടണമെങ്കിൽ ഇതുണ്ടാവണം. നിസ്കാരത്തിന് കൂലി കിട്ടണം എന്നാണോ ഖുശൂ ഉണ്ടാവണം. ഫഇന്ന സവാബ അലാ ഹസബി മാ യഅഖിലുൽ ഖൽബ മിൻഹാ. നിസ്കാരത്തിനകത്ത് ഖൽബ് എത്ര പങ്കെടുക്കുന്നുണ്ട് എന്നതിന് അടിസ്ഥാനമായിരിക്കും നമ്മുടെ കൂലി ഉണ്ടാവുക. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളിലെ എല്ലാ പോരായ്മകളും മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരം പടച്ചോൻ നന്നാക്കി തരട്ടെ. എല്ലാവിധ അതിൻ്റെതായ വസാവിസുകളിൽ നിന്ന്, അതിൻ്റെതായ ദുഷിച്ച ചിന്തകളിൽ നിന്നൊക്കെ പടച്ചറബ് മാറ്റി തന്ന ഇബാദത്തുകളിൽ കുളിർമയുണ്ടാകുന്ന, കരഞ്ഞ് നമസ്കരിക്കാൻ പറ്റുന്ന, മനസ്സ് ഇടറാൻ പറ്റുന്ന നമസ്കാരങ്ങളാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ മറ്റു ചില ആയത്തുകളിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ അള്ളാഹുവിന് അനുസരണയുള്ളവരായി കീഴൊതുങ്ങി നിസ്കരിക്കുക. ഖാശിഈന ദലീലീന മുസ്തകീനീന ബൈനദി. സുകൂനായി, സമാധാനത്തിൽ, താഴ്മയിൽ, ശാന്തമായി നിസ്കരിക്കുക. വഅൻ മുജാഹിദിൻ റഹിമഹുല്ലാഹ്, പ്രസിദ്ധനായ താബഈ പണ്ഡിതനാണ് മുജാഹിദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞത്, റുകൂഇൽ ശാന്തനാവുക, വൽ ഖുശൂ നല്ല ഭക്തി സംരക്ഷിക്കുക, വഗള്ളുൽ ബസർ കണ്ണുകളെ പരമാവധി താഴ്ത്തുക. ഞാൻ വെള്ളിയാഴ്ച ശ്രദ്ധിക്കാറുണ്ട്. വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ കഴിഞ്ഞിട്ട് മറ്റുള്ളപ്പോൾ ആരൊക്കെയാണ് വെള്ളിയാഴ്ച വന്നിട്ടുള്ളത്, ആരൊക്കെ ബാക്കത്തെ സൊഫിലുള്ളത്, ആരൊക്കെ മേലുള്ളത്, ആരൊക്കെ സ്റ്റെപ്പ് ഇറങ്ങിയവനൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ചില മനുഷ്യന്മാർ ഒരു നോക്കിയിട്ട് നിസ്കരിക്കുന്നത്, ഖതീബ് ആരാ നോക്കിയിട്ടാണ് നിസ്കരിക്കുന്നത്. എന്തൊക്കെ അവന്റെ അവസ്ഥ. അപ്പൊ ആൾക്കാർ എവിടേക്കൊക്കെ നോക്കിയിട്ട് നിസ്കരിക്കുന്നത്. കണ്ണ് താഴ്ത്തണം. അള്ളാഹിനോടുള്ള ഭയം കൊണ്ട് ഒരു താഴ്മയിലായി നമ്മളൊരു വയസ്സായ ആളെ മാറ്റി നിസ്കരിക്കണം.
ഒരു വയസ്സായ കാക്കും അയാൾ എത്ര സാവകാശം ചെയ്യേണ്ട. അങ്ങനെ നമസ്കാരത്തിനെത്തുമ്പോൾ നമ്മൾ ഒരു കീഴ്പ്പെട്ട മനുഷ്യനായി മാറാൻ കഴിയണം. ഭക്തി എന്ന് പറയുന്നത് നമ്മളെ കൽബിലാണ് ഉണ്ടാവേണ്ടത്. കൽബ് നന്നായാൽ സ്വലഹത്തിൽ കുല്ല എല്ലാം നന്നാവും. കൽബ് മോശമായ എല്ലാം മോശമാകും. അത് ഓർമ്മ ഉണ്ടായാൽ മതി. ശരി, ഒന്നൊരു ഒതുക്കായത്തെ അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. അപ്പൊ 4 ആയത്താണ് ഓതി അയക്കേണ്ടത്. ഒരു മടിയും കൂടാതെ എല്ലാവരും അത് ഓതി കൊടുക്കാൻ ശ്രമിക്കുക. പുറമെ ഗ്രൂപ്പിലൊന്ന് ഓതുകയും ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പലപ്പോഴായി ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, ഉസ്താദേ, ആഗ്രഹം ഖുശൂ ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം, നിസ്കാരം ഒന്ന് ശരിയാവണം. എത്ര ആൾക്കാരാ പൈസ കൊടുത്തിട്ടാണ് ഖുശൂ ഉണ്ടാക്കാൻ പോണത്. ഇന്നത്തെ സൂഫികളും വേറെ കുറച്ച് ത്വരീഖത്തേർക്ക് മുതലാക്കണ എവിടെ അറിയോ? നിങ്ങളുടെ നമസ്കാരം നിക്കാരം മാറ്റിയിട്ട് നമസ്കാരാക്കി മാറ്റാം. എന്താ നിക്കാരം മാറ്റാം? നിക്കലും ഇരിക്കലും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിസ്കാരം പഠിക്കണമെങ്കിൽ വന്നോളിയും. 6000 രൂപ ഫീസ്, 4 മണിക്കൂർ കോഴ്സ്, രജിസ്റ്റർ ചെയ്യുക. യൂട്യൂബിലൊക്കെ ഭയങ്കര പരസ്യമാണ്. എന്നിട്ട് ഇങ്ങനെ നിസ്കരിപ്പിക്കും, എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് രംഗമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ പോയി ഇരുന്ന് നിസ്കാരം പഠിക്കും. നമസ്കാരത്തിൽ അവരൊക്കെ കണ്ട ഐഡിയ തന്നെയാണ്. ആളെ നിസ്കാരത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഖുശൂ ഉണ്ടാക്കി കൃത്രിമ ഖുശൂവിന്റെ വഴിയിലേക്കാണ്. എന്നാൽ ഉലമാക്കന്മാര് പറയാണ്, ഞാൻ ഏറ്റവും ചുരുക്കി പറയട്ടോ, ഖുശൂ ഉണ്ടാവാനുള്ള മാർഗം പ്രധാനമായും ഒരു 8 കാര്യങ്ങളാണ്. ഞാൻ ഒറ്റ വാക്കിനോട് പറഞ്ഞാണ് പോകാം. ഒരു 10 കാര്യങ്ങളിടയിൽ ഉലമാക്കന്മാർ പറഞ്ഞു. അതിൽ ഒന്ന്, ഞാൻ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തിൽ നിൽക്കുക. നമ്മൾ വിശദീകരിച്ചതാണ്. 2, ചിലപ്പോൾ എൻ്റെ ഈ നിസ്കാരം അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന് ചിന്തിക്കുക. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവരാണ്. നമ്മൾ കഴിഞ്ഞ ജനാസകളിലൊക്കെ നമ്മൾ പങ്കെടുത്തപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഒരു ളുഹറിന്റെ അസറിന്റെ ഇടയിൽ നമ്മൾ മരിച്ചാലും മഗ്രിബിന്റെ ഉള്ളിൽ നമ്മൾ തീരുമാനമായി. സുബ്ഹിക്ക് ശേഷം മരിച്ചാൽ ളുഹർ നിസ്കാരത്തിനോടനുബന്ധിച്ച് നമ്മൾ മണ്ണിലായി. ഇതിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്തയിൽ നിസ്കരിക്കുക. 3, ചൊല്ലുന്ന ദിക്റുകളുടെയും പ്രാർത്ഥനയുടെയും പരമാവധി അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. 4, ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയുക. 5, റുകൂഉം സുജൂദും നേരെ ചെയ്യുന്ന സാവകാശം അവിടെ ശാന്തനായി അടങ്ങി ഒതുങ്ങി തുമനീനത്തിൽ ചെയ്യുക. 6, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിച്ചിലും മറിച്ചിലും പരമാവധി. അപ്പുറത്തും പലതും AC ഓണാക്കുണ്ടാവും, ഫാൻ നിന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ആളുകളിൽ നീച്ചു പോകണം, ചിലപ്പോൾ കുട്ടി കളിക്കുന്നുണ്ടാവും, പലതും നടക്കും. വേറെ എങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ശൈത്താൻ റാഞ്ചി എടുക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. 7, മുകളിലേക്ക് ഒരു കാരണവശാലും നോക്കാതിരിക്കും. മുകളിലേക്ക് നോക്കാനേ പാടില്ല. അത് വലിയ അബദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 8, ജമാഅത്തായി നിസ്കരിക്കാം. 9, റവാത്തിബ് നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പൊ ഒന്നുകൂടി കിട്ടും. 10, പടച്ചോനെ എനിക്ക് ഖുശൂ തരണേന്ന് പ്രാർത്ഥിക്കണം. വല്ലതും കേറിയോ? 10 ഞാൻ പറഞ്ഞു. ഇനി വാക്യങ്ങൾക്ക് അടി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഉലമാക്കന്മാർ പറയാത്താണ്. കാരണം അന്നത്തെ കാലത്ത് പോലും മൊബൈലുമായി പ്രശ്നങ്ങളില്ല. ഇമാം റാസിന്റെയും ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോണിന്റെ പ്രശ്നങ്ങൾ ശല്യമായിട്ട് വന്നിട്ടില്ല. അപ്പൊ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണൊക്കെ ഒന്ന് കുറച്ച് നേരത്തൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് അവിടെ ഓഫാക്കി വെച്ചിട്ട് വന്ന് നിസ്കരിച്ച് തുടങ്ങി നോക്കിയും ഇതിലും മാറ്റമുണ്ടോ നോക്കിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നമസ്കാരത്തിന്റെ കെടുതികൾ അല്ലെങ്കിൽ നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന് സ്ഖലിതങ്ങളിൽ നിന്ന് പടച്ചറപ്പ് നമുക്ക് സുരക്ഷ നൽകി ഖുശൂ ഉള്ള നമസ്കാരക്കാരായി അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ പടച്ചറപ്പ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലരും രോഗികളായവരുണ്ട്. ചികിത്സ തേടി ആശുപത്രിയിൽ കഴിയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം പൂർണ്ണമായി ഭേദമാക്കി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദുദ്ദേശങ്ങൾ, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാം ഇരു ലോകത്തുമുള്ള യഥാർത്ഥ വിജയം അല്ലാഹു നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا توفنا مسلمين والحقنا بالصالحين ربنا آمنا فاكتبنا مع الشاهدين وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله